അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ ഭിന്നാഭിപ്രായം. പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് മമതാ ബാനർജി, നിതീഷ് കുമാർ, ലാലു പ്രസാദ് യാദവ് എന്നിവരുടെ തീരുമാനം. സമാജ്വാദി പാർട്ടി, ശിവസേന എന്നിവർ പങ്കെടുക്കുകയും ചെയ്യും. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ. സമാജ്വാദി പാർട്ടിയും ശിവസേനയും പങ്കെടുക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, മമതാ ബാനർജി എന്നിവരുടെ പാർട്ടികളായിട്ടുള്ള RJD, JDU, തൃണമൂൽ കോൺഗ്രസ് എന്നിവ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഇതിനെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുക, നോബിൾ? നികേഷ്, അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഒരു ഭിന്നാഭിപ്രായം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ, അതായത് ഈ പ്രതിഷ്ഠ ചടങ്ങിൽ ആദ്യം പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയത് സമാജ്വാദി പാർട്ടി തന്നെയായിരുന്നു. ഡിംപിൾ യാദവ് വ്യക്തമാക്കിയത് താൻ അവിടെ പോകും എന്നുള്ളതാണ്. സമാധാനമായ രീതിയിൽ ശിവസേനയും ഇതിൽ പങ്കെടുക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ മമതാ ബാനർജിയും നിതീഷ് കുമാറും ഒപ്പം ലാലു പ്രസാദ് യാദവും, അതായത് JDU, RJD ഒപ്പം തൃണമൂൽ കോൺഗ്രസ് എന്നീ മൂന്ന് പാർട്ടികൾ ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ പങ്കെടുക്കില്ലെന്ന് CPM അറിയിച്ചിരുന്നു. എന്താണെങ്കിലും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇതിൽ തീരുമാനം ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ KC വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കൃത്യസമയത്ത് ഉത്തരം കിട്ടും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം ഈ വിഷയം നമ്മൾ സീതാറാം യെച്ചൂരി ചോദിച്ചപ്പോൾ ഓരോ പാർട്ടികൾക്കും അവരുടെ നിലപാട് ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചില പാർട്ടികൾ ഇതിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ശിവസേനയൊക്കെ ആണെങ്കിൽ അതിന്റെ പാർട്ടിയുടെ സ്വഭാവം തന്നെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികം അവർ പങ്കെടുക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഭിന്നാഭിപ്രായമായി മാറുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നിലപാട് അറിയിക്കാവുന്ന ചില ഭാഗത്തു നിന്ന് ആവശ്യങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും അടുത്ത ഇന്ത്യ മുന്നണി യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയായി തന്നെ മാറും. ശരി, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ